ക്രിസ്തുവിൻ സ്നേഹമെന്നെ നിർബന്ധിക്കുന്നതാ. എന്നെ തന്നെ മറന്ന് ക്രൂശെടുത്തു ഞാൻ. നിന്നയും ചുമന്നുപോം പാളയത്തിപ്പുറം ഈ സ്നേഹസ്വരൂപൻ ആത്മസ്നേഹിതൻ. ഈ സ്നേഹസ്വരൂപൻ ആത്മസ്നേഹിതൻ. ദുഃഖത്തിൽ ആശ്വാസമായി ലോകത്തിൽ എൻ സൗഖ്യമായി ഘോര വിപത്തുകളിൽ എന്നെ താൻ ശാശ്വത ഭുജങ്ങളാൽ മാറോടണച്ചിടും ഈ സ്നേഹസ്വരൂപൻ ആത്മസ്നേഹിതൻ. ദൈവനാമത്തിന് മഹത്വമുണ്ടാകട്ടെ. ഇന്നത്തെ പ്രഭാത ധ്യാനത്തിനായി 26-ാം സങ്കീർത്തനം 4-ാം വാക്യം. വൃദ്ധന്മാരോടുകൂടെ ഞാൻ ഇരുന്നിട്ടില്ല, കപടക്കാരുടെ അടുക്കൽ ഞാൻ ചെന്നിട്ടുമില്ല. ആളുകളെ തിരിച്ചറിയുവാൻ അവൻ്റെ കൂട്ടുകെട്ട് ശ്രദ്ധിച്ചാൽ മതി. കപട സ്വഭാവമുള്ളവരോട് തനിക്ക് ബന്ധമില്ല എന്നാണ് ദാവീദ് ഇവിടെ പറയുവാൻ ശ്രമിക്കുന്നത്. ദൈവീക കാര്യങ്ങളിൽ താല്പര്യമില്ലാത്തവരുടെ കൂടെയുള്ള സഹവാസം നിരസിക്കുവാനുള്ള വിവേകവും തൻ്റെ ഇടവും ഒരു ഭക്തന് ഉണ്ടാകേണ്ടതാണ്. ദാവീദിൻ്റെ സത്യമായ ഭക്തിയും ആത്മീയതയും വെളിവാക്കുന്നതാണ് ഈ വാക്യങ്ങൾ. നാം ലോകത്ത് ജീവിക്കുമ്പോൾ ലോകക്കാരോട് ഇടപെടേണ്ടി വരാം. എന്നാൽ ക്രിസ്തുവിന് മക്കളായ നാം ലോകത്തിൽ വ്യത്യസ്തരായിരിക്കണം. നമ്മുടെ കൂട്ടുകെട്ടും ചങ്ങാത്തങ്ങളും വിശ്വാസികളുണ്ടായിരിക്കണം. അല്ലാതിരുന്നാൽ അവർ ജാതികളോട് ഇടകലർന്ന് അവരുടെ പ്രവൃത്തികളെ പഠിച്ച് എന്ന് ഇസ്രായേലിനെ കുറിച്ച് പറഞ്ഞതുപോലെ നമ്മെക്കുറിച്ചും മറ്റുള്ള ആളുകൾ പറയും. പ്രിയ സ്നേഹിതരെ, ദൈവികമായ അനുഭവത്തിൽ ജീവിക്കുന്ന നാം ഈ ലോകത്തിൽ വ്യത്യസ്തരാകേണ്ടവരാണ്. നമ്മുടെ വേർപെട്ട ജീവിത അനുഭവം അനേകരെ കർത്താവുമായി ബന്ധിപ്പിക്കുവാൻ കഴിയും. ഈ വലിയ നോയമ്പിൻ്റെ പ്രാരംഭ ദിവസത്തിൽ നമ്മുടെ ബന്ധങ്ങളും കൂട്ടുകെട്ടുകളും ആരുമായിട്ടാണ് എന്ന് ചിന്തിക്കുവാനും നമ്മളെ തന്നെ തിരുത്തത്തക്കവണ്ണം നമ്മുടെ ജീവിതങ്ങളെ ക്രമീകരിക്കുന്ന ദിനങ്ങളായി നമുക്ക് രൂപപ്പെടുത്താം. പ്രാർത്ഥിക്കാം. വ്യത്യസ്തതയുള്ള ലോകത്തിൽ വ്യത്യസ്തരായി ജീവിക്കുവാനുള്ള കൃപ ഞങ്ങൾക്ക് നൽകണമേ. മഹത്വം നീ എടുക്കണം. യേശുവിൻ്റെ നാമത്തിൽ തന്നെ. ആമേൻ.